നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നോട്ടീസ് അയച്ചു. ഇടപാടുകളുടെ രേഖകളെല്ലാം 15-ാം തീയതിക്കുള്ളിൽ തന്നെ ചെന്നൈയിലെ ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം പാലിക്കാതിരുന്നാൽ നിയമ നടപടി എടുക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ടിലെ വിശദാംശങ്ങളൊക്കെ SFIO പരിശോധിച്ചിരുന്നു. ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചതും. എക്സാലോജിക്കുമായി എന്തുതരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഉൽപ്പന്നങ്ങളോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഉണ്ടായിരുന്ന കരാറിന്റെ പകർപ്പ്, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 12 സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് 217(2) പ്രകാരമാണ് SFIO ചെന്നൈ ഓഫീസിലെ K. പ്രഭു നോട്ടീസ് അയച്ചത്. 2016-2017 മുതലാണ് എക്സാലോജിക്കിന് കർത്തായുടെ കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം നൽകുന്നത്. IT-ക്കും അനുബന്ധമായ സേവനങ്ങൾക്കുമാണ് പണം നൽകിയതെന്നാണ് CMRLന്റെയും എക്സാലോജിക്കിന്റെയും വാദം. ഈ കാലയളവിൽ തന്നെ 10-ലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ രീതിയിൽ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ SFIOയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിനു മുൻപും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു. ആ സമയത്ത് സ്ഥാപന ഉടമകളിൽ നിന്ന് മൊഴിയൊക്കെ എടുത്തിരുന്നെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. ഇതേ സംബന്ധിച്ച വിവരങ്ങളും SFIOയ്ക്ക് കൈമാറിയിട്ടുണ്ട്. എക്സാലോജിക് കമ്പനിയുടെ പേരിൽ 1 കോടിയിലധികം രൂപ സർവീസ് ഇനത്തിൽ CMRL നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു. CMRL ആണ് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അവർ ഇത്തരം ഇടപാടുകൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടാതെ വ്യക്തികൾക്കും ഫണ്ട് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേരള വ്യവസായ വികസന കോർപ്പറേഷനെതിരായ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്ന് കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നത്. കോടതിക്ക് മുൻപാകെ ആരോപണ വിധേയമായ CMRL കമ്പനി നൽകിയ മറുപടി കണക്കിലെടുത്താൽ ഇടപാടുകളെക്കുറിച്ച് KSIDC കൂടുതൽ വിശദീകരിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനമാണെന്നും അതിനാൽ കാര്യങ്ങളെല്ലാം സുതാര്യമായിരിക്കണമെന്നും ഒന്നും ഒളിക്കാൻ പാടില്ലെന്നും ദേവൻ രാമചന്ദ്രൻ വാക്കാൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ തങ്ങൾക്കെതിരെ നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KSIDC നൽകിയ അപേക്ഷയിലാണ് തിരിച്ചു പണികിട്ടിയ അവസ്ഥ KSIDCക്ക് ഉണ്ടായത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും എക്സാലോജിക്കിന് എന്താണ് പണം നൽകിയതെന്ന ചോദ്യം കമ്പനികൾക്ക് മുന്നിൽ ഇരുതല മൂർച്ചയുള്ള വാളായി തന്നെ നിൽക്കുകയാണ്.